നമുക്ക് ഈ രാജ്യത്ത് നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന സർക്കാർ, കേന്ദ്ര ഗവൺമെന്റ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളായ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങളെ ഒന്നിനു പിറകെ ഒന്നായി ആരോപണങ്ങൾ കൊണ്ട്, പിന്നീട് അക്രമങ്ങൾ കൊണ്ട്, പിന്നീട് അടിച്ചമർത്തലുകൾ കൊണ്ട്, പിന്നീട് കരിനിയമങ്ങൾ കൊണ്ട്, അങ്ങനെ എല്ലാ അർത്ഥത്തിലും പള്ളികൾ തകർക്കപ്പെട്ട് മദ്രസകൾ തകർത്തു കളഞ്ഞ് ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സർവ്വവിധ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച് പശുക്കച്ചവടത്തിന്റെ പേരിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊന്നു തള്ളിയ, ഗുജറാത്തിലെ പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളുടെ വയറ്റിലേക്ക് തൃശൂലം കുത്തിയിറക്കിയ, അതിനു മുമ്പും അതിനുശേഷവുമുള്ള 2002 അതിനു മുമ്പ് അതിനുശേഷവുമുള്ള ചരിത്രങ്ങൾ ധാരാളം നമുക്ക് പറയാനുണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് എല്ലാ അർത്ഥത്തിലും അക്രമങ്ങളിലൂടെ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ പാടുപെട്ട് വിജയിക്കില്ല എന്ന് കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള കിരാത നിയമങ്ങളെ കൊണ്ട് അതിന്റെ ഭാഗമായി ചുട്ടെടുത്ത CAA, NRC പോലെയുള്ള നിയമങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കുവാനും മുസ്ലിമീങ്ങളെ രാജ്യത്തിന്റെ പൗരത്വത്തിൽ നിന്നും പുറത്താക്കുവാനും അതുവഴി അവരെ തടങ്കൽ പാളയങ്ങളിൽ അടയ്ക്കുവാനുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചപ്പോൾ ഈ പോരുവഴിയിൽ, ഈ ചക്കുവള്ളിയിലും ഈ ഭരണിക്കാവിലുമൊക്കെ ലജ്നത്തുൽ മുഅല്ലിമീന്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ, ഈ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ആയിരങ്ങളെ അണിനിരത്തിയിട്ടുള്ള വലിയ വലിയ സമര പോരാട്ടങ്ങൾ നടത്തിയതിന്റെ ചരിത്രം കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ പോരുവഴിയിലെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എല്ലാ മസ്ജിദുകളിലെയും വിഷയം SIR എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള വോട്ടർ പട്ടിക പരിഷ്കാരത്തെ പറ്റിയുള്ള ചർച്ചയായിരുന്നു എന്ന് ഏകദേശം പല ആളുകളുടെ സംസാരത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉസ്താദുമാർ ആ വിഷയം കൃത്യമായി പഠിച്ച് അത് നല്ല നിലയിൽ ജനങ്ങളെ അവബോധനം നടത്തിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. SIR എന്ന് പറഞ്ഞ് നമ്മുടെ പൗരത്വം നശിപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് ധാരാളം നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിലെല്ലാം തീവ്രമായ നിലയിൽ ഇവിടുത്തെ സാമുദായിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും വിദ്യാർത്ഥി സംഘടനകളും ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന യുവ ചൈതന്യം ഉൾപ്പെടെയുള്ള എല്ലാവരും ഒത്തുചേർന്ന് അതൊക്കെ പോരാടി തെരുവിലിറങ്ങി അതിനെതിരെ സമര പോരാട്ടം നടത്തിയപ്പോൾ അത് പുതിയൊരു നിയമത്തിലൂടെ, പുതിയൊരു രീതിയിലൂടെ SIR എന്ന് പറയുന്ന ഒരു പുതിയ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ നമ്മുടെ വോട്ടവകാശം ഇല്ലാതാക്കുന്ന ഒരു പരിഷ്കരണത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോയിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട കേരളം അറിയപ്പെടുന്ന പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള ആളുകളെ വേദിയിലുണ്ട്. നമ്മുടെ രാഷ്ട്രീയ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന അൻസാരി സാഹിബിനെ പോലെയുള്ള ഈ വേദിയിലുള്ള ധാരാളം സഹോദരങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരൊറ്റ പൗരനും കേരളത്തിന്റെ വോട്ടർ പട്ടികയിൽ പേരില്ല. നമുക്ക് ആർക്കും ഇന്ന് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ല. നമ്മുടെ എല്ലാവരുടെയും വോട്ടവകാശം മരവിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇനി 4-ാം തീയതി മുതൽ നമ്മുടെ വീടുകളിൽ ഉദ്യോഗസ്ഥന്മാർ കടന്നു വരികയും അവർ കൊണ്ടുവരുന്ന ഫോമിൽ നമ്മുടെ കൃത്യമായ വിവരശേഖരണം നമ്മൾ കൊടുക്കാതിരിക്കുകയും ചെയ്താൽ, അഥവാ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ സംഭവിച്ചാൽ 12ഓളം രേഖകൾ ആവശ്യപ്പെടുന്നിടത്ത് ആ 12 രേഖകളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും സമർപ്പിച്ചാൽ മതി എന്ന് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ബീഹാറിൽ 68 ലക്ഷത്തോളം ആളുകൾ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. 68 ലക്ഷം ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ ചില്ലറക്കാരൊന്നുമല്ല. 68 ലക്ഷം ആളുകളിൽ ഭൂരിഭാഗവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്കിപ്പോൾ അവരുടെ കരട് വോട്ടർ പട്ടികയിൽ നിന്നും അവരുടെ പേരുകൾ മാറ്റപ്പെട്ടു. തുടർന്ന് അവർക്ക് ഇനി നടക്കാൻ പോകുന്ന വോട്ടിൽ അവർക്ക് വോട്ട് ചെയ്യാൻ അവകാശം നിഷേധിക്കപ്പെടുക മാത്രമല്ല, വരും കാലഘട്ടങ്ങളിൽ അടുത്ത പുതിയൊരു ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത് ഈ 68 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കി തടങ്കൽ പാളയങ്ങളിലേക്ക് അവരെ അയക്കുക എന്ന നിഗൂഢമായ തന്ത്രമാണെങ്കിൽ അത് നമ്മുടെ കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ഒത്തൊരുമയോടെ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും എല്ലാം BJP എന്ന് പറയുന്ന രാജ്യത്തെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുന്ന, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അക്രമത്തിലൂടെ ചതിയിലൂടെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ആ സ്വത്വത്തിനെതിരെ ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സമുദായ സംഘടനകളും മുഴുവൻ നല്ല മനുഷ്യരും ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ ഭിന്നതയുണ്ടാക്കുവാനും ആ ഐക്യത്തെ നശിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങളെ ഏറ്റവും പ്രധാനമായി പിന്നീട് മറ്റു പല ആളുകളെയും വോട്ടർ പട്ടികയിൽ നിന്നും പേര് മാറ്റിയിട്ട് അവസാനം തടങ്കൽ പാളയത്തിലേക്ക് അയക്കാനുള്ള ഒരു നിയമം കൊണ്ടുവരുന്നു. 1 മാസത്തെ കാലയളവിനുള്ളിൽ നമ്മുടെ വീടുകളിൽ വന്ന് രേഖകൾ പരിശോധിച്ച് നമ്മളെ പുറത്താക്കാനുള്ള തീവ്രമായ യജ്ഞം നടന്നുകൊണ്ടേയിരിക്കുന്നു. ലജ്നത്തുൽ മുഅല്ലിമീൻ അതിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ എല്ലാ ഉസ്താദുമാരും ആ വിഷയത്തെ പറ്റി മഹത്തായ ജനങ്ങൾക്ക്, മഹത്തുക്കളായ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉത്ബോധനം നൽകിയിട്ടുണ്ട്. നമ്മുടെ
വീടുകളിൽ വരുമ്പോൾ ആ രേഖകൾ തയ്യാറാക്കി വെക്കണമെന്നും കൃത്യമായ നിലയിൽ ആളുകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് രേഖ ചോദിക്കുമ്പോൾ അലമാര തപ്പാൻ പോയാൽ ഒരുപക്ഷെ ആ ആളുകൾ വരാൻ പോകുന്ന ഉദ്യോഗസ്ഥർ കല്യാണം വിളിക്കാൻ വന്നവരല്ല, അവർ വീട്ടിൽ നോക്കി നിൽക്കുകയില്ല. അവർ ചോദിക്കുന്ന സമയത്ത് 12 രേഖകൾ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊരു 5 എണ്ണമെങ്കിലും തയ്യാറാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിൽ നമ്മുടെ പേരുകൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ നമ്മൾ പരിശോധിക്കണം. അതുപോലെ നമ്മുടെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ, ആധാറിൽ ഒരു പേരായിരിക്കും, ഡ്രൈവിംഗ് ലൈസൻസിൽ വേറൊരു പേരായിരിക്കും, പാസ്പോർട്ടിൽ വേറൊരു പേരായിരിക്കും. അതെല്ലാം നമ്മൾ ഒന്നിച്ച് ചേർത്ത് നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിൽ കർമ്മനിരതരായി നമ്മൾ പാടുപെട്ട് നമ്മുടെ പൗരത്വം അത് നിഷേധിക്കാനുള്ള പുതിയ അടവാണെന്ന് മനസ്സിലാക്കി SIR എന്ന് പറയുന്ന ഭീകരമായ നിയമത്തിനെതിരെ ഒന്ന് ചേർന്ന് ജാഗ്രതയോടെ നമ്മൾ നിലകൊള്ളണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ട അതിഥികൾ ഇവിടെയുണ്ട്. അവർ ഇൻഷാ അല്ലാഹ് കാര്യപ്രസക്തമായ നിലയിൽ ഇവിടെ സംസാരിക്കും. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ച SIR-നെ പറ്റി പറഞ്ഞു. അതിനു മുമ്പത്തെ ആഴ്ച ഹിജാബിന്റെ വിവാദം. ഹിജാബ് ധരിക്കാൻ പാടില്ല, ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോകാൻ പാടില്ല, വിദ്യാലയങ്ങളിൽ പോകാൻ പാടില്ല. എവിടെ? ഇന്ത്യ മഹാരാജ്യത്ത്. ആരായി പറയുന്നേ? ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്ന വർഗീയത ശരീരത്തിൽ കടന്നു പിടിച്ചിട്ട് തൊലിയേക്കാൾ കറുത്ത ഹൃദയവുമായി നിൽക്കുന്ന സിസ്റ്റർ ഹിജാബ് ഇട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇത് ഇട്ടുകൊണ്ട് വരുമ്പോ കുഞ്ഞുങ്ങൾക്കൊക്കെ പേടിയാണെന്ന്. അവരെ കണ്ടിട്ട് ചിലപ്പോ പേടിയായിട്ടുണ്ടാവും. ആ മുഖം കാണുമ്പോ ആർക്കായാലും ഒന്ന് പേടിയാവും. ഹിജാബ് ഇട്ട് വരുന്ന 13ഓ 14ഓ വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ പേടിയാവുന്നു പോലും. അതുകൊണ്ട് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നും ഇതൊക്കെ ഒഴിവാക്കപ്പെടണത്രേ. എവിടെ? ഇന്ത്യ രാജ്യത്ത്. ഏത് മതവും മുറുകെ പിടിക്കാനും അത് ഉയർത്തിപ്പിടിക്കാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ മഹാരാജ്യത്ത്, ഇന്ത്യ രാജ്യത്തിന്റെ വലിയ വലിയ ഭരണസിരാ കേന്ദ്രങ്ങളിൽ പോലും അതാത് മതത്തിന്റെ ചിഹ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നില്ലേ? നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലിരുന്ന വ്യക്തി ഏതാ? മൻമോഹൻ സിംഗ്. തലപ്പാവില്ലാതെ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ മതത്തിന്റെ അടയാളമാ. രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനമാനങ്ങളിൽ വരെയും മതത്തിന്റെ അടയാളങ്ങൾ ഉയർത്തിപ്പിടിച്ചവർ കടന്നു വരുന്നുണ്ട്. ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയത പിടിച്ച ഒരു സംസ്ഥാനം ഉത്തർപ്രദേശ്. യോഗി ആദിത്യനാഥ് യോഗിയുടെ വേഷവും ധരിച്ചോണ്ടല്ല അയാൾ വരുന്നത്. അല്ല, കോട്ടും സൂട്ടും ധരിച്ചോണ്ടാണോ? അല്ല. ഇന്ത്യയുടെ പാരമ്പര്യം അങ്ങനെയാ. അവനവന്റെ മതം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എവിടെ വരെ വേണമെങ്കിലും പോകാം, എവിടെ വരെ വേണമെങ്കിലും പോകാം. ഇന്ത്യയുടെ പാരമ്പര്യം അതാ. 947 ആഗസ്റ്റ് 15 ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി. ഈ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതെ, ഒരു കാശ്മീരി പണ്ഡിറ്റിന്റെ പാരമ്പര്യ വേഷം ധരിച്ചുകൊണ്ടല്ലാതെ നെഹ്റുവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ആ നീളം വേഷം ധരിച്ച് ആ തൊപ്പിയും ധരിക്കാതെ ഒരു കാശ്മീരി പണ്ഡിറ്റിന്റെ എല്ലാ വേഷവും ധരിച്ചുകൊണ്ടല്ല അദ്ദേഹം വന്നിട്ടുള്ളത്. ആ നെഹ്റു മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് ആരാ? ഇന്ന് വിദ്യാലയങ്ങളിൽ ഇസ്ലാമിന്റെ മതചിഹ്നങ്ങൾ പാടില്ലാത്രേ. ആരാണോ ഈ പറയുന്നത്? ആരോടായി പറയുന്നത്? ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി പോലും മഹാനായ അബുൽ കലാം ആസാദ് തൊപ്പി ധരിച്ച, താടി വളർത്തിയ, നിസ്കാരത്തരമുള്ള, സദാസമയത്തും ഖുർആൻ പോക്കറ്റിൽ സൂക്ഷിച്ച, വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം രചിച്ച മഹാനായ ഖുർആൻ പണ്ഡിതനാ. അതൊക്കെ അങ്ങ് മറന്നു, അതൊക്കെ അങ്ങ് മാറ്റി. വിദ്യാലയങ്ങളിൽ എഴുതാൻ പാടില്ല. അൽഹംദുലില്ലാ, നമ്മുടെ പള്ളി മിമ്പറുകൾ ഗർജിച്ചില്ലേ? NRC-ക്കെതിരെ, CAA-ക്കെതിരെ, ഈ നാട്ടിൽ മുസ്ലിമുകൾക്കെതിരെ നടത്തപ്പെടുന്നതായ എല്ലാ അക്രമങ്ങൾക്കെതിരെയും പ്രവർത്തിച്ചില്ലേ? ഇത് പാരമ്പര്യമാ. നമുക്കറിയോ, ഹബീബായ റസൂലുള്ളാഹിന്റെ മസ്ജിദുൻ നബവി, ആ മസ്ജിദുൻ നബവിയിൽ ഇശാ നിസ്കാരം നടക്കുക. സഹാബാക്കളെല്ലാം റസൂലുള്ളാഹിന്റെ പിന്നാലെയുണ്ട്. 4ാമത്തെ റക്അത്ത് അവിടുന്ന് റുകൂഇലേക്ക് പോയി, റുകൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വന്നു. സഹാബത്തും റസൂലുള്ളാഹിന്റെ ഒപ്പമുണ്ട്. സുജൂദിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്നു. സുജൂദിലേക്ക് പോകാൻ അടിമയും ഉടമയും ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് സുജൂദിലെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. അതിനു മുൻപായി അവിടുന്ന് 2 കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി അല്ലാഹുവിനോട് ദുആ. അല്ലാഹുമ്മ അൻജിൽ വലീദ് ഇബ്നു വലീദ്, അല്ലാഹുമ്മ അൻജി അയ്യാശ ഇബ്നു റബീഅ, അല്ലാഹുമ്മ അൻജി സലമത ഇബ്നു ഹിശാം, അല്ലാഹുമ്മ അൻജിൽ മുസ്തദഅഫീന മിനൽ മുഅ്മിനീൻ. മുസ്ലിമായിട്ടും മക്കയിൽ നിന്നും മദീനയിലേക്ക് വരാൻ കഴിയാതെ മക്കക്കാര്
അടയ്ക്കപ്പെട്ടിരിക്കുന്നതായ ജയിലിൽ പൂട്ടിയിട്ടിരിക്കുന്ന മുസ്ലിമുകൾക്ക് വേണ്ടിയിട്ട് പേര് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ദുആ ഇതാണ് പള്ളികൾ എന്ന് പറയുന്നത്. പീഡിതരോടൊപ്പം, മർദ്ദിതരോടൊപ്പം, നീതി നിഷേധിക്കുന്നവരോടൊപ്പം, അടിച്ചമർത്തപ്പെടുന്നവരോടൊപ്പം അല്ലാഹു തആല തടവറകളിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് മോചനം നൽകുമാറാകട്ടെ. അവിടുത്തെ ദുആ അല്ലാഹുമ്മ അൻജിൽ മുസ്തദഅഫീന മിനൽ മുഅ്മിനീൻ, അടിച്ചമർത്തപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പള്ളി മിഹ്റാബിൽ നിന്ന് മസ്ജിദുൻ നബവിയിൽ പ്രിയപ്പെട്ട പ്രവാചകരുടെ ദുആ. ഫലസ്തീനു വേണ്ടി ദുആ ചെയ്യണം, സുഡാന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. നമ്മൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കഷ്ടപ്പെടുന്ന മുസ്ലിമുകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പള്ളി മിമ്പറുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, പള്ളി മിമ്പറുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിൽ പള്ളിയുടെ സ്ഥാനം എന്താ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ ചെയ്തുകൊണ്ട് വരുന്നു. അവിടുന്ന് വരുന്ന വഴിയിൽ ഖുബയിൽ ഇറങ്ങി അവിടെ പള്ളി നിർമ്മിച്ചു. അവിടുന്ന് മദീനയിലെത്തി. മുസ്ലിമുകൾക്കെതിരെ മുസ്ലിമുകൾക്ക് ഒരു സംഘടിത സ്വഭാവം ഉണ്ടാകണം, മുസ്ലിമുകൾക്ക് സാഹോദര്യം ഉണ്ടാകണം, ഇസ്ലാമിന് ഒരു കേന്ദ്രം ഉണ്ടാകണം. അതിനുവേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ആദ്യം ചെയ്തതെന്താ? അവിടുന്ന് ഒരു പള്ളി പണിയാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഒരു പള്ളി പണിതു. മുസ്ലിമീങ്ങളെ ഒറ്റക്കെട്ടാക്കി, സാഹോദര്യത്തിലാക്കി. ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ നടന്നു. എല്ലാ കാര്യവും, രാഷ്ട്രീയവും അവിടെ തന്നെ, സാമ്പത്തികവും അവിടെ തന്നെ, ആത്മീയവും അവിടെ തന്നെ, ആരോഗ്യവും അവിടെ തന്നെ, എല്ലാ കാര്യങ്ങളും അവിടെ. പള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെ. നമുക്കിപ്പോ എന്താ, സുബഹിക്ക് പള്ളി തുറക്കും, പള്ളിയിലേക്ക് വന്നു, നിസ്കാരം കഴിഞ്ഞു, അരമണിക്കൂർ ആവുമ്പോഴത്തേക്കും സ്വിച്ച് എല്ലാം ഓഫാവും. കാരണം ഓഫാക്കിയില്ലെങ്കിൽ മോദീൻ ഉസ്താന്റെ കഴുത്തിന് കമ്മിറ്റിക്കാർ വിളിക്കും, പിന്നെ പള്ളി പൂട്ടണം, പിന്നെ ലൊഹർ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് തുറക്കണം. ഓറ് കഴിഞ്ഞാലും പിന്നെ അടച്ചിട, പുറത്തെങ്ങാണം മാത്രം തുറന്നിട്ടേക്ക. പള്ളിയിലൊക്കെ കയറിയ എന്തൊക്കെ നിയമങ്ങളാ, സ്വിച്ച് ഇടരുത്, ഫാൻ ഇടരുത്, മോട്ടർ ഇടരുത്, കക്കൂസ് വരെ പൂട്ടിയിട്ടേക്കുക. ഇതൊക്കെ അല്ലേ അവസ്ഥകൾ. പള്ളി എന്ന് പറഞ്ഞാലും മനുഷ്യർക്ക് മുഴുവനും നന്മകളും സേവനങ്ങളും ചെയ്യുന്ന കേന്ദ്രങ്ങളാകണം. ലോകത്തെ ഏറ്റവും ആദ്യത്തെ പള്ളിയെ പറ്റി അല്ലാഹു പറഞ്ഞത് ലിന്നാസ്, ജനങ്ങൾക്കുള്ളതാണ്. പള്ളികൾ ജനസേവന കേന്ദ്രങ്ങളാകണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ SIR വരുന്നു, NRCയും CAAയും ഒക്കെ കൊണ്ടുവരാൻ പോകുകയാ. അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, രാജ്യത്തെ നിയമക്കുരുക്കുകൾ, ഇതിനൊക്കെ ഒരു സമാധാനം പള്ളിയിൽ നിന്നുണ്ടാകണം. ഇപ്പൊ അൽഹംദുലില്ലാഹ് അവസ്ഥകളൊക്കെ മാറി. മറ്റതൊക്കെ പള്ളിയിലെങ്ങാനും ഉസ്താദുമാര് മുസ്ലിമുകൾ നേരിടുന്ന ആനുകാലിക പ്രശ്നങ്ങൾ പറഞ്ഞാൽ തീർന്നു, കുഴഞ്ഞു, തകർന്നു. പള്ളിയിൽ പിന്നെ രാഷ്ട്രീയം പറഞ്ഞോ, വലിയ കുഴപ്പമാ, പിന്നത് വലിയ പ്രശ്നമാ. ഒന്നും പറയാൻ പാടില്ല. സംഘപരിവാരം ഒന്നും പറയാൻ പോലും പാടില്ല. NRCയും CAAയും ഒക്കെ വരാൻ പോകുന്നു. മുച്ചോട ഒന്നടങ്കം എല്ലാവരുടെയും വീടും കിടക്കാടും ഒക്കെ പോകുന്നറിഞ്ഞപ്പോ എത്രയോ പള്ളി കമ്മിറ്റിക്കാര് തന്നെ സിനോപ്സ് ഒക്കെ അടിച്ചിട്ട് ഉസ്താമാരെ കൊണ്ട്, ഉസ്താദ് ഒന്ന് പ്രസംഗിക്കണ്ട പോലെ, ഉസ്താദേ ഞങ്ങളെ വീടും കുടുംബവും ഒക്കെ ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്ന് പറയുന്ന അവസ്ഥ പോലും എത്തിയില്ലേ? പള്ളികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ പള്ളിയുടെ സ്ഥാനം എന്തിന്? നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മളൊന്ന് എടുത്തു നോക്കിക്കോളി. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം, ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടത്തപ്പെടുമ്പോൾ ഈ രാജ്യത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ മതവുമായി ബന്ധപ്പെടുത്തി. ഒരു മതത്തിന്റെ നിർബന്ധ ബാധ്യതയാണ് സ്വാതന്ത്ര്യ പോരാട്ടം നടത്തലെന്ന് ആദ്യമായി ഇന്ത്യയിൽ വിളിച്ചു പറഞ്ഞത് മുസ്ലിമുകളാ. ഇന്ത്യയിലെ മുസ്ലിമുകളാ വിളിച്ചു പറഞ്ഞത്. എവിടെ ഇരുന്നു കൊണ്ടാ? അങ്ങ് ഉത്തർപ്രദേശ് സംസ്ഥാനം ഉണ്ടല്ലോ. ഇന്ന് പള്ളികളും മദ്രസകളും എല്ലാം ഇടിച്ചു നിരത്തി തകർത്ത് തരിപ്പണമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശ് സംസ്ഥാനത്തില് സഹാറംപൂർ ജില്ലയില് ദൈവബന്ദ് എന്ന് പറയുന്ന പ്രദേശത്ത് ദാറുൽ ഉലൂം എന്ന മഹത്തായ ദീനീ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത് ചത്താ മസ്ജിദ് എന്ന പള്ളി, ആ പള്ളി കേന്ദ്രമാക്കിയിട്ടാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടക്കുന്നത്. സ്വാതന്ത്ര്യ സമര പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ആ പള്ളിയിലെ ഇമാമിനെ തിരക്കി പോലീസ് വരിക. ആരെയാ? മഹാനായ മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവി എന്ന് പറഞ്ഞ ആരാ? വലിയ ഉസ്താദ, അന്നത്തെ ഏറ്റവും വലിയ ഉസ്താദാ. ഇന്ന് നമ്മൾ പറയുന്നില്ലേ ദാറുൽ ഉലൂം ഖാസിമി ഡിഗ്രി,
ഈ കാസിമി എന്ന് പറയുന്നത് കാസിം നാനൂത്തവിയുടെ പേരിനോട് ചേർത്തിട്ട ആ കാസിമിനോട് ചേർത്തിട്ട ആ കാസിമി എന്ന് പറയുന്നത് ഈ കാസിം നാനൂത്തവിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരും ആ പള്ളിയില്. റബ്ബേ, നമ്മുടെ എങ്ങാനും നാട്ടില് വെറുതെ എന്തേലും ഒരു ചെറിയ അന്വേഷണത്തിന് ഉസ്താദിന്റെ അടുത്തൊന്ന് അന്വേഷിക്കാൻ ഒരു പോലീസ് ജീപ്പ് വന്നിറങ്ങി, ആ സലാം ഉസ്താദിനെ ഒന്ന് കാണണം, ഉസ്താദിന്റെ അടുത്ത് വിളിച്ചിറങ്ങി 5 മിനിറ്റ് സംസാരിച്ച് പോയി തീർന്നു. എന്തായിരിക്കും നാട്ടിലെ ഒരു ബഹളം? എന്തായിരിക്കും? നമ്മളൊന്ന് ഓർത്തു നോക്കി. ചത്താ മസ്ജിദിലെ കാസിം നാനൂത്തവിയെ തിരക്കിയിട്ട് പോലീസ് വരിക. കാരണം എന്താ? പള്ളി കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തും. ഇതാ പള്ളികൾ എന്ന് പറയുന്നത്. ഇതാ പള്ളി എന്ന് പറയുന്നത്. മഹാനായ വെള്ളിയങ്കോട് ഉമർ ഖാദിയെ എവിടെ നിന്നാ പട്ടാളം പിടിച്ചോണ്ട് പോയത്? വെള്ളിയങ്കോട്ടത്തെ പള്ളിക്കുള്ളിൽ നിന്നാ മഹാനായ മമ്പുറം തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് വന്നത് എവിടത്തേക്കാ? മമ്പുറം പള്ളിയിലേക്കാ. കാരണം പള്ളികൾ കേന്ദ്രമാക്കിക്കൊണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടത്തപ്പെട്ടിരുന്നത്. നമ്മുടെ പള്ളികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. പള്ളികൾ വിശ്വാസികളുടെ നിർഭയത്വത്തിന്റെ കേന്ദ്രങ്ങളാണ്. ആ പള്ളികൾ ആ വിശ്വാസികൾക്കെതിരെയുള്ള ഓരോ ചലനങ്ങൾക്കെതിരെയും ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഖത്തീബുമാർ, നമ്മുടെ മഹല്ലിന്റെ ഭാരവാഹികൾ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഖിയാമത്തിന്റെ നാളിൽ മുഅ്മിനീങ്ങളെയും മുനാഫിഖീങ്ങളെയും പ്രത്യേകം പടച്ചവൻ വിളിച്ചു പറയുകയാ. മുഅ്മിനീങ്ങൾ പ്രകാശമുള്ളവർ, നിസ്കാരമുണ്ട്, പള്ളിയുമായി ബന്ധമുണ്ട്, പള്ളി പരിപാലനമുണ്ട്, പള്ളിക്കിടെ ഖിദ്മത്തുകളുണ്ട്, പള്ളിക്ക് സാമ്പത്തിക സഹായം കൊടുത്തു. അതുകൊണ്ട് ഭൂമി ലോകത്തെ പ്രകാശ ഗോപുരങ്ങളായ പള്ളികളുമായി ബന്ധപ്പെട്ടതിന്റെ പേരിൽ, പള്ളികളിൽ വന്ന് ഇബാദത്ത് നിർവഹിച്ചതിന്റെ പേരിൽ അവർക്ക് ഖിയാമത്ത് നാളിൽ പ്രകാശം കിട്ടി. മുഅ്മിനീങ്ങൾ പ്രകാശത്തിലൂടെ കടന്നു പോകും. എന്നാൽ യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനൂ, എന്നാൽ മുനാഫിഖീങ്ങൾ, മുനാഫിഖാത്തുകൾ എന്ന് പറഞ്ഞാൽ ആരാ? മുഅ്മിനീങ്ങളെ പോലെ ഉള്ള ജുബ്ബയുണ്ട്, മുണ്ടുണ്ട്, തൊപ്പിയും തലപ്പാവും എല്ലാം ഉണ്ട്. ഒന്നിനൊരു കുറവല്ല. ഹൃദയത്തിലൊന്നുമില്ല. മഹല്ലിന് പേരുണ്ട്, ഗവൺമെന്റ് ലിസ്റ്റിൽ മുസ്ലിമാ, എല്ലാം ഉണ്ട്. പക്ഷെ എന്താ? ഹൃദയംഗമായി ദീനും പള്ളിയുമായിട്ട് ബന്ധമില്ല. ഖിയാമത്തിലെത്തുമ്പോ ലൈറ്റ് ഓഫ് ആയി പോകും. പ്രകാശമൊന്നുമില്ല, ചാർജൊക്കെ തീർന്നു, ഒരു പ്രകാശമില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ സമയം എന്ത് ചെയ്യും? പള്ളികളുമായി ബന്ധം പുലർത്തിയ മുഅ്മിനീങ്ങൾ അതാ പ്രകാശപൂരിതരായി പോകുന്നു. വൈദീൻ കുഞ്ഞ് സാഹിബ്, അദ്ദേഹത്തിന്റെ കുടുംബം, പള്ളിക്ക് വേണ്ടി 5 സെന്റ് വിറ്റ് കൊടുത്തവർ അതാ പ്രകാശത്തിലൂടെ കടന്നു പോകുക. വിളിക്കും ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളെ വിളിക്കും. വൈദീൻ സാഹിബേ, വൈദീൻ സാഹിബിന്റെ കുടുംബമേ, ഒന്നുറൂന, ഞങ്ങളിലേക്കൊന്ന് നോക്കുവോ? നിങ്ങൾ ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കുവോ? നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് കൂടി ഒന്ന് കിട്ടട്ടെ, നിങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് കൂടി ഒന്ന് കിട്ടട്ടെ. ഈ സമയം പള്ളികൾക്ക് വേണ്ടി സമ്പത്ത് കൊടുത്തവർ, പള്ളിക്ക് വേണ്ടി സമയം കൊടുത്തവർ, പള്ളിയിലേക്ക് ഇബാദത്തിന് വേണ്ടി പോയവർ, ഈ മുഅ്മിനീങ്ങൾ പറയും നോ നോ, ഒന്നുമില്ല. ഇർജിഉ വറാഅകും ഫൽതമിസു നൂറാ, ഇവിടെ പ്രകാശമൊന്നുമില്ല, ഇവിടെ പ്രകാശമൊന്നുമില്ല. പ്രകാശം കിട്ടാൻ ചാർജ് ചെയ്യേണ്ട സമയം ദുനിയാവായിരുന്നു. നീ ചാർജ് ചെയ്തില്ലല്ലോ. പള്ളി പോയായിരുന്നോ? പള്ളിയുമായി ബന്ധം ഉണ്ടായിരുന്നോ? പള്ളിയെ സഹായിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. 5 സെന്റ് സ്ഥലം കൊടുത്ത 5 ലക്ഷമോ 10 ലക്ഷമോ 15 ലക്ഷമോ കിട്ടും. പക്ഷെ എന്ത് ചെയ്തു? അത് പള്ളിക്ക് വേണ്ടി കൊടുത്തു. അക്കൗണ്ടിൽ നേരത്തെ ബാലൻസ് ഉണ്ടാക്കി വെച്ചവരാ ഞങ്ങൾ. ഞങ്ങളെ പള്ളിക്ക് വേണ്ടി 1000 കട്ട ഇറക്കി കൊടുത്തവരാ, 2 ലോഡ് കല്ലിറക്കി കൊടുത്തവരാ, മണ്ണിറക്കി കൊടുത്തവരാ, പള്ളിക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ കൊടുത്തവരാ. ഒന്നുമില്ല എങ്കിലും പരിചയത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെടുത്തി കൊടുത്തവരാ. അതുമില്ല എങ്കിലും അന്നുള്ള കച്ചവടം ചെയ്ത്, കർട്ടൻ കച്ചവടമോ മെത്ത കച്ചവടമോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കിട്ടുന്നതിൽ നിന്നും 1000ഉം 2000ഉം ഒക്കെ പള്ളിക്ക് കൊടുത്തവരാ ഞങ്ങള്. നിങ്ങൾ കൊടുത്തായിരുന്നോ? ഇല്ലല്ലോ. അങ്ങോട്ട് ബാക്കിലോട്ട് മാറി നിൽക്കേ. വേറെ എവിടെയെങ്കിലും പോയി നിങ്ങൾ പ്രകാശം ചോദിച്ചു? ഇവിടെ പ്രകാശം ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നോ? ഇവിടെ പ്രകാശം ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നോ? വേറെ എവിടെയെങ്കിലും പോകാൻ പറയും.
വീണ്ടും വിളിക്കും, അല്ല എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ? അലം നക്കും മഅക്കും, നമ്മളൊക്കെ ഒന്നിച്ച് ജീവിച്ച നാട്ടുകാരായില്ലേ? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് ഖുർആനാ, കൈന്നിട്ട് പറയല്ല. അലം നക്കും മഅക്കും, അല്ല ഞങ്ങളും നിങ്ങളും ഒക്കെ ഒന്നിച്ചായിരുന്നില്ലേ? ഒരേ മഹല്ലുകാര്, ഒന്നിച്ച് ജീവിച്ചവര്, ഒന്നിച്ച് പ്രവർത്തിച്ചവർ. എന്റെ കടയിൽ നീയും വന്നു, നിന്റെ കടയിൽ ഞാനും വന്നു, നമ്മളൊക്കെ എല്ലാ നിലയിലും ഒന്നിച്ച് സഹകരിച്ചവരായിരുന്നില്ലേ? അലം നക്കും മഅക്കും, നമ്മളൊക്കെ ഒന്നിച്ചവരായിരുന്നില്ലേ? അതെ, പക്ഷേ വലാകിന്നകും ഫതൻതും ഫതറബ്ബസ്തും വഗറത്തുകുമുൽ അമാനിയു ഹത്താ ജാ അംറുല്ലാഹ് വഗറക്കും ബില്ലാഹിൽ ഗറൂർ. ശരിയാ, ഒന്നിച്ച് ജീവിച്ചവരാ, ഒന്നിച്ച് വളർന്നവരാ, ഒന്നിച്ച് സമ്പാദിച്ചവരാ. പക്ഷേ എന്ത് ചെയ്യാൻ? ദുനിയാവ് നിങ്ങളെ പറ്റിച്ചു. നിങ്ങൾക്ക് സംശയം, പിന്നെ ഇവിടെ ദുനിയാവിൽ പള്ളി വെച്ചു കൊടുത്ത അള്ളാഹു ആഖിറത്തിൽ സ്വർഗത്തിൽ അള്ളാഹ് കൊട്ടാരം വെച്ച് തരും. 21-ാം നൂറ്റാണ്ടിലും അന്ധവിശ്വാസവുമായി നടക്കുന്നവർ, മുസ്ലിയാക്കന്മാര് പിരിവിന് വേണ്ടിയിട്ട് പല കഥകളും പറയും, പല ഹദീസും പറയും, പല ചരിത്രവും പറയും. അത് കേട്ടിട്ട് 10,000 കൊടുത്തു, അത് കേട്ടിട്ട് സ്വർണ്ണം ഉരുക്കൊടുത്തു. ഇങ്ങനെയൊക്കെ ജീവിച്ചോ എന്നും പറഞ്ഞ് നടന്നവരല്ലേ നിങ്ങൾ? നിങ്ങൾ കുഴപ്പമുണ്ടാക്കി. ഫതറബ്ബസ്തും വർതബതും വഗറത്തുകുമുൽ അമാനിയു, നിങ്ങളുടെ അത്യാഗ്രഹം നിങ്ങളെ ചതിച്ചു. ദുനിയാവിന്റെ പുറകിൽ നിങ്ങൾ ഓടി. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, അല്ലാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോയി. അല്ലാഹു തആല കാത്തി രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പള്ളികളുമായി, അല്ലാഹുവിന്റെ ഭവനങ്ങളുമായി ബന്ധപ്പെടുത്തി നാളെ പ്രകാശിക്കുന്ന വ്യക്തികളായി അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ.